സംസ്ഥാനത്ത് ഹൈസ്കൂൾ ക്ലാസ് സമയമാറ്റം നിലവിൽ വന്നു. രാവിലെ 9:45 മുതൽ ഉച്ചതിരിഞ്ഞ് 4:15 വരെയാണ് ഇനി ക്ലാസിന്റെ സമയം. സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകളുടെ എതിർപ്പ് നിലനിൽക്കുമ്പോഴാണ് സമയമാറ്റം നിലവിൽ വന്നത്. +1 മൂന്നാം അലോട്ട്മെന്റ് പ്രകാരമുള്ള അഡ്മിഷനും ആരംഭിച്ചു. എതിർപ്പുകൾ ഒരു ഭാഗത്ത് തുടരുമ്പോഴും സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ ക്ലാസ് സമയത്തിന്റെ മാറ്റം ഇന്നു മുതൽ നിലവിൽ വന്നു. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ, അതായത് 8, 9, 10 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾ ഇന്ന് 9:45 ക്ലാസ്സുകളിൽ കയറി. 4:15 വരെയായിരുന്നു അവരുടെ ക്ലാസ് സമയം. എന്നാൽ ഈ സമയം തിങ്കൾ മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ മാത്രമേ പ്രായോഗികമായി നടപ്പാക്കുകയുള്ളൂ. വെള്ളിയാഴ്ച മുൻപ് നടപ്പാക്കിയിരുന്നത് പോലെ 10 മുതൽ 4 മണി വരെയായിരിക്കും ക്ലാസ് സമയം. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് തിങ്കൾ മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ അങ്ങനെ അരമണിക്കൂറാണ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് സമയത്തിൽ മാറ്റം വരുത്തിയിരിക്കുന്നത്. ഇതുകൂടാതെ ശനിയാഴ്ചകളിലും മാറ്റമുണ്ട്. അതായത് ഈ അക്കാദമിക് വർഷം 6 ശനിയാഴ്ചകൾ വർക്കിംഗ് ദിവസമായിരിക്കും. അത് എങ്ങനെ വേണമെന്ന് സ്കൂളുകൾക്ക് തീരുമാനിക്കാം. എന്തായാലും ഒരു ഭാഗത്ത് പ്രതിഷേധങ്ങളും ഇതിനെതിരെ ഉയരുന്നുണ്ട്. പുതിയ സമയമാറ്റം മതപഠനത്തിന് പോകുന്ന വിദ്യാർത്ഥികൾക്കടക്കമുള്ളവർക്ക് ബുദ്ധിമുട്ടാകുമെന്നാണ് സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകളുടെ പരാതി. മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തിയായിരുന്നു സംസ്ഥ അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ വിമർശനങ്ങൾ ഉന്നയിച്ചത്. മുഖ്യമന്ത്രി ആ വേദിയിൽ മറുപടി പറഞ്ഞില്ല. അതിനുശേഷം വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് പരാതികളുണ്ടെങ്കിൽ എഴുതി നൽകണമെന്നാണ്. ചില അധ്യാപക സംഘടനകളും എതിർപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട്. പ്രതിപക്ഷ അധ്യാപക സംഘടനകളാണ് ഈ സമയമാറ്റത്തിനെതിരെ ഇപ്പോൾ എതിർപ്പ് ഉന്നയിച്ചിരിക്കുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയമനുസരിച്ച് ഹൈസ്കൂളിലെ ഒരു വിദ്യാർത്ഥിക്ക് ഒരു വർഷം 1100 മണിക്കൂർ ക്ലാസ് സമയം കിട്ടിയിരിക്കണം. കഴിഞ്ഞ വർഷം വരെയുള്ള സമയക്രമം അനുസരിച്ച് സംസ്ഥാനത്തെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് 1100 മണിക്കൂർ ക്ലാസ് സമയം കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ചില സ്കൂൾ മാനേജ്മെൻറ്റുകളും ചില അധ്യാപക സംഘടനകളും കോടതിയെ സമീപിച്ചു. ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് സംസ്ഥാന സർക്കാർ ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ഈ വിദഗ്ധ സമിതിയുടെ ശുപാർശ പ്രകാരമാണ് നിലവിൽ ക്ലാസ് സമയത്തിൽ മാറ്റം വരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരാതികൾ ലഭിക്കാതെ വിദ്യാഭ്യാസ വകുപ്പ് സ്വന്തം നിലയിൽ ക്ലാസ് സമയത്തിൽ മാറ്റം വരുത്തില്ല. അതായത് ഏതെങ്കിലും ഒരു സംഘടനയോ വിദ്യാർത്ഥികളോ തുടങ്ങിയവർ പരാതിയുമായി എത്തിയാൽ മാത്രമായിരിക്കും ഇത് കാണിച്ച് കോടതിയിൽ പോയി കോടതിയുടെ അനുവാദത്തോടു കൂടി മാത്രമായിരിക്കും സമയക്രമത്തിൽ ഇനി ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയുക. അതുകൊണ്ട് തന്നെ നിലവിലെ സമയക്രമം ഇതേ രീതിയിൽ പരാതികളില്ല എങ്കിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് സാധ്യത. ഉമേഷ് പാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം.